ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഏറ്റവും അധികം വെറുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ ഒന്ന് പി ചിദംബരമാണ്, മറ്റേത് നമ്മുടെ ഡോക്ടർ ശശി തരൂരാണ്. ഇവർ രണ്ടുപേരും ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ അവർ സത്യസന്ധമായ കാര്യങ്ങൾ, അവർക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. പി ചിദംബരം ചെറിയ ആളല്ല, നമുക്കറിയാം. അദ്ദേഹം രാജകുടുംബാംഗമാണ്, ഹാർവാർഡിൽ പോയി പഠിച്ച ആളാണ്, സുപ്രീം കോടതി ജഡ്ജിയുടെ മകളുടെ ഭർത്താവാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ രാജ്യത്തെ ഒരു മുൻനിര അഭിഭാഷകയാണ്, ഇദ്ദേഹവും പ്രഗത്ഭനായ അഭിഭാഷകനാണ്. ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലം അടുപ്പിച്ച് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ ഭരിച്ച ആളാണ്. ആദ്യത്തെ 4 വർഷം അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു, പിന്നത്തെ 6 വർഷം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ തീവ്രവാദികളുടെ ആക്രമണം ഒരു പരിധി വരെയെങ്കിലുമൊക്കെ ശമിച്ചത്. അതായത് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം തീവ്രവാദികൾ ഒതുക്കുന്ന വിദ്യയിൽ വലിയ വിജയം കൈവരിച്ച അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല, ബി ജെ പിക്കാർക്ക് ഇദ്ദേഹത്തോട് തീരാത്ത വിരോധമാണ് താൻ. ഈ മുൻ കേന്ദ്രമന്ത്രിമാർ ഒരുപാട് വരണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടക്കാനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് മാത്രമേ ഉണ്ടായുള്ളൂ. 106 ദിവസമാണ് അദ്ദേഹം ജാമ്യം കിട്ടാതെ തിഹാർ ജയിലിൽ നിലത്ത് പായ വിരിച്ച് കിടക്കേണ്ടതായിട്ട് വന്നത്. ഈ പോക്കറ്റടിക്കാരെ പിടിക്കുന്ന പോലെ അദ്ദേഹത്തെ CBIക്കാർ ഓടിച്ചിട്ട് പിടിക്കുന്നത്, മതിൽ ചാടിക്കടന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടയ്ക്കണത്. അത്രയും വിരോധമുള്ള ആളാണ്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ അവരോട് വിരോധം ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ, ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഇത് വളരെ ദുർബലമാണ്. BJP പോലെ ശക്തമായ ഒരു സംവിധാനത്തോട് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാനുള്ള കിണസ്തിയൊന്നും ഇവരുടെ കയ്യിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ. വല്ല തെറ്റുണ്ടോ? കോൺഗ്രസ് പാർട്ടി തന്നെ കുറച്ച് ക്ഷയിച്ച അവസ്ഥയിലാണ്. ഘടകകക്ഷികൾ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കടലാസിൽ മാത്രമേ ഉള്ളൂ, ഇതൊന്നും ഫലത്തിലില്ല. മറുഭാഗത്ത് BJP ആണെങ്കിൽ വളരെ ശക്തമായ നിലയിലാണ്. അവർക്ക് ശക്തനായ നേതാവുണ്ട്, RSSൻ്റെ സംഘടനാ സംവിധാനമുണ്ട്, പണമുണ്ട്, പിന്നെ ഹിന്ദുത്വം പോലെ ആളുകളെ പെട്ടെന്ന് പ്രകോപിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമുണ്ട്. ഇങ്ങനെ അവർ വളരെ സേഫ് വിക്കറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആളുകൾ വിചാരിച്ചു ഇത്തവണ BJPക്ക് തിരിച്ചടി ഉണ്ടായി, ഇനി ഘടകകക്ഷികളൊക്കെ ഇവരുടെ തലയിൽ കയറും. തെലുങ്ക് ദേശത്തിൻ്റെയും അതുപോലെ ജനതാദൾ യുണൈറ്റഡിൻ്റെയൊക്കെ കൽപ്പനകളനുസരിച്ച് മാത്രമേ നരേന്ദ്രമോദിക്ക് ഇനി ഭരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഒരുപാട് കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും ആ രീതിയിലുണ്ടായി. നരേന്ദ്രമോദി നമ്മുടെ നിതീഷ് കുമാറിൻ്റെ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ കാല് പിടിക്കുന്നതായിട്ട്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഘടകകക്ഷികളൊക്കെ അദ്ദേഹത്തിന് കീഴ്പ്പെട്ട് അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പിന്നെ പാർട്ടിയുടെ കെട്ടുറപ്പിന് യാതൊരു കുറവുമില്ല. പാർട്ടിക്കകത്തും പുറത്തും ഇദ്ദേഹത്തെ എതിർക്കാൻ ആരുമില്ല എന്ന അവസ്ഥയിലേക്ക് വന്നു. ഇന്ത്യ സഖ്യം കടലാസിൽ ശക്തമാണെങ്കിലും അതിന് വലിയ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഹരിയാനയിൽ അപ്രതീക്ഷിതമായ പരാജയം ഉണ്ടായി. അതുപോലെ ഡൽഹിയിൽ വീണ്ടും ഇന്ത്യ സഖ്യത്തിന്, ആം ആദ്മി പാർട്ടിക്ക്, കോൺഗ്രസിന് പരാജയമുണ്ട്. മഹാരാഷ്ട്രയിൽ വലിയ വിജയം പ്രതീക്ഷിച്ച സ്ഥലമാണ്, രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. അവിടെയും ഞെട്ടിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ഘട്ടത്തിലാണ് ചിദംബരം ഉള്ള കാര്യം തുറന്നു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് BJP എന്ന് വെച്ചാൽ ശക്തമായ സംവിധാനമാണ് എന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ മുതൽ ഇലക്ഷൻ കമ്മീഷൻ വരെ എന്തിനേയും സ്വാധീനിക്കാനുള്ള ശക്തി അവർക്കുണ്ട് എന്നാണ്. അദ്ദേഹം ഒരല്പം കുറച്ച് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെ സ്വാധീനിക്കാനുള്ള സംവിധാനം BJPയുടെ കയ്യിലുണ്ട്. അമിത്ഷായെ പോലെ ഒരു ചാണക്യനുണ്ട്, നരേന്ദ്രമോദിയെപ്പോലെ ഒരു വലിയ ജനനേതാവുണ്ട്, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമുണ്ട്, RSS ഉണ്ട്, പണമുണ്ട്. രാജ്യത്തുള്ള എല്ലാ വ്യവസായികളും ആ ചാക്ക് കണക്കിന് കാശുമായിട്ട് BJPയുടെ കൂടെ നിൽക്കുകയാണ്. ചിദംബരം പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ നോക്കിയിട്ടൊരു തെറ്റും കണ്ടില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ ചിദംബരം ഒറ്റുകാരനാണ്, ഇയാളും അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച BJPയിലേക്ക് പോകും എന്നൊക്കെയാണ്. ഇതാണ് പ്രശ്നം. ഈ കാരണവന്മാരെ പറയില്ല, ഉള്ളത് പറയുമ്പോൾ തുള്ളപ്പനി വരും എന്ന്. ഇത് തന്നെയാണ് തരൂർ നേരിടുന്ന പ്രശ്നം. തരൂർ പറഞ്ഞത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അധികം നീണ്ടുപോകാഞ്ഞത് നന്നായി, അത് പെട്ടെന്ന് അവസാനിച്ചത് നന്നായി. മാത്രമല്ല, പഹൽഗാമിലെ ആക്രമണത്തിന് കൃത്യമായ മറുപടിയാണ് ഇന്ത്യ കൊടുത്തത്. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ സർക്കാരിനെ പിന്തുണക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതിൽ. യുക്തി ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. സർക്കാരിനെ എതിർക്കാൻ നമുക്ക് ഇഷ്ടംപോലെ വേറെ അവസരങ്ങളുണ്ട്. ഈ അവസരത്തിൽ സർക്കാരിനെ എതിർത്താൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടും, ജനങ്ങളെതിരാവും. അതുകൊണ്ട് ഈ സമയത്ത് സംശയങ്ങൾ ഉന്നയിക്കരുത്. ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായത്, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കേണ്ട സമയമല്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ പണ്ട്
പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ സംഭവിച്ച പോലെ സംഭവിക്കും. നമ്മൾ പ്രത്യാക്രമണം നടത്തിയപ്പോൾ തെളിവ് എവിടെ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അതിൻ്റെ പ്രതിഫലമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അമേത്തിയിൽ രാഹുൽ ഗാന്ധി വരെ തോറ്റു പോകുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയും പരമാധികാരവും അപകടത്തിലാകുന്ന സമയത്ത് ഇതുപോലെ അസംബന്ധ ജടിലമായ അഭിപ്രായങ്ങൾ പറയുകയും അനവസരത്തിൽ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്താൽ ജനങ്ങൾ അത് ആ രീതിയിൽ സ്വീകരിച്ചോളുന്നില്ല. രാഹുൽ ഗാന്ധി ബുദ്ധിജീവിയായിട്ടും KC വേണുഗോപാൽ അതിബുദ്ധിജീവിയായിട്ടും അവർക്ക് എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ഒരു സമയമുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. അത് അറിയാൻ പാടില്ലാതെ അനവസരത്തിൽ അനാവശ്യമായ സംശയങ്ങൾ ചോദിച്ചാൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തെ BJP-യിലേക്ക് പോകുന്നു എന്നാണ് ഇവരുടെ പുതിയ പ്രചരണം. അങ്ങനെ ചിദംബരവും അതുപോലെ ശശി തരൂരൊക്കെ BJP-യിലേക്ക് പോകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർക്കോ അവരുടെ മൂട് താങ്ങുന്ന ചില മാപ്രകൾക്കോ എന്ത് പുണ്യമാണ് കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവരുടെ കുഴി അവർ തന്നെ കുഴിക്കുന്നു എന്നല്ലാതെ ഒന്നും പറയാനുമില്ല. BJP-യെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചിദംബരത്തിന് എന്നേ BJP-യിലേക്ക് പോകാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസും വരില്ലായിരുന്നു. ഈ CBI-ക്കാർ മതിയാടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമില്ലായിരുന്നു. തീഹാർ ജയിലിൽ പായ് വിരിച്ച് കിടക്കേണ്ടേ വരില്ലായിരുന്നു. അത് ചെയ്യാത്തതുകൊണ്ടാണല്ലോ പുള്ളിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹം സെൻസിബിളായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അവരാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഇവിടെ ഘടകകക്ഷികൾ പോലും വളരെ മിതത്വത്തോടും സംയമനത്തോടും കൂട്ടാണ് ഈ വക കാര്യങ്ങളിൽ ഇടപെട്ടുള്ളത്. അത് പഹൽഗാമിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിയാണ്, മറ്റേത് കാര്യത്തിലാണെങ്കിലും ശരിയാണ്. ഈ തരൂരും അതുപോലെ ചിദംബരവും പറഞ്ഞ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമല്ലേ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രബല ഘടകകക്ഷിയായിട്ടുള്ള നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവ് ഒമർ അബ്ദുള്ള പറഞ്ഞത്. ഒമർ അബ്ദുള്ള BJP ചേരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത്? ഇതൊക്കെ തന്നെയല്ലേ വേറൊരു രീതിയിൽ മമതാ ബാനർജി പറഞ്ഞത്? ഇതാണ് പൊതുവെയുള്ള അഭിപ്രായം. ശരത് പവാറും പറഞ്ഞ ഏറെക്കുറെ ഇത് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അതൊന്നും ബോധ്യമാവില്ല. അതുകൊണ്ട് അവരിതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.